എന്താണോ ഒരു പുക കേൾക്കുന്നുണ്ടല്ലോ? എന്ത് പുക? ഇപ്പൊ നിശ്ചയത്തിലാണെങ്കിലും ഒരു 10-40 ആള് വിളിച്ചിട്ട് ഒരു 10-100 ആള് ചുരുങ്ങിയത് കാണും. കുറച്ചുകൂടി വലുതാക്കിയാൽ ഒരു കല്യാണം തന്നെ ആയില്ലേ? ഓ, ചായയും കാപ്പിയും നിർത്തിയപ്പോ തന്നെ വയറിന്റെ പകുതി അസുഖം മാറി. നിനക്ക് ചോദിക്കട്ടെ, രാമുവിന് പ്രായം തികഞ്ഞിട്ടില്ലെന്നാണ് മൂപ്പരുടെ ഒരു എഷല്. 17 കഴിഞ്ഞില്ലേ? 17 വയസ്സായപ്പോ ഞാൻ അച്ഛനായി. ഓ, ആ ചെക്കനെ കണ്ടപ്പോ എന്താ സൈസ്. പക്ഷെ ആർക്കറിയില്ലട്ടോ സംഗതി. പുരാണങ്ങളിലൊക്കെ ആണുങ്ങളുടെ യൗവന കാലം എന്ന് പറയുന്നത് 16 വയസ്സാ. അഭിമന്യുവിന്റെ കല്യാണം. ഉമ്മർത്ത് വിളിക്കുന്നുണ്ട്. എന്നെയാണോ? അതെ. ചെല്ല് ചെല്ല് ചെല്ല്. അല്ല, ഒരു കുട്ടിയെ അരയ്ക്കാനും പൊടിക്കാൻ 2-3 പെണ്ണുകൾ വേണ്ടി വരുമല്ലോ. ആള് കുറവാണെങ്കിലും സദ്യ എന്ന് പറയുമ്പോ അതിന്റെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ദുഷ്ട, വല്യമ്മയുടെ 16 അടിയന്തരത്തിന് ഇപ്പോഴേ കണക്കെടുക്കുകയാണോ? ഈശ്വര, പാവോ, ആയുസോടെ ഇനിയും കിടക്കട്ടെ. കല്യാണ നിശ്ചയാണെങ്കിലും സദ്യ കേമാവണ്ടേ? ആരുടെ നിശ്ചയം? നമ്മുടെ രാമൂടിയും ലക്ഷ്മിക്കുട്ടിയും കല്യാണം. നിശ്ചയമൊക്കെ ഇപ്പൊ നടത്തുക, കല്യാണമൊക്കെ പിന്നെ. എനിക്കൊന്നും അറിയില്ല. അവരെന്തൊക്കെയോ. പഠിപ്പും വേണ്ട, ഒന്നും വേണ്ട. നല്ല ദിക്കിലേക്ക് കടന്നു പോയേക്കാം. ശല്യം വേണ്ട, ശല്യം ഞാനാണല്ലോ. ഞാൻ പോയിക്കോളാം. ഞാൻ കാരണം ഭാഗ്യം നഷ്ടപ്പെടണ്ട. എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ.
വിവരം ഞാൻ ഇനി ഒഫീഷ്യലായി പറയണ്ടല്ലോ. വല്ലവരും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഇതൊരു ചടങ്ങ്, അമ്മയുടെ സമാധാനത്തിന്. ശരിക്കുള്ള ആഘോഷം 2 or 3, ചിലപ്പോൾ 4 or 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളുടെ സൗകര്യം പോലെ. പണ്ടൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടായാൽ ഇവൾ ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. അതുമാതിരിയാണെന്ന് വെച്ചാ മതി. മിണ്ടാൻ വയ്യാന്നല്ലാതെ എന്റെ കുട്ടിക്ക് എന്താ ഒരു കുറവ്? വല്ലവരെയും വിളിച്ചു വരുത്താനുണ്ടോ? ഞങ്ങൾ ചെന്ന് പറയേണ്ടതുണ്ടോ? പറഞ്ഞോളൂ, മടിക്കണ്ട. എന്താണെങ്കിലും പറഞ്ഞോളൂ. സാർ, എനിക്കിപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പ്രയാസമുണ്ട്. സാർ, ഇപ്പൊ ഇത് വേണ്ട. ലക്ഷ്മിയെ കാണുമ്പോഴൊക്കെ വിഷമം തോന്നുന്നു. എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ വാക്ക് പറയാൻ വയ്യ. വയ്യ? എന്നെ നിർബന്ധിക്കരുത് സാർ. എന്റെ തണലിൽ താമസിച്ച് പഠിച്ച് ആളാവുന്നവരെ ഇവിടെ പറ്റിക്കൂട്ടണം. പിന്നെ കല്യാണത്തിന് ലേലം വിളിച്ച് കൂട്ടത്തിൽ വലിയ ഓഫർ സ്വീകരിക്കണം. അതാണ് കണക്കൂട്ടൽ. അല്ല സാർ, അല്ല. ഇവിടുന്ന് ചെയ്തിരുന്ന എല്ലാ ഉപകാരങ്ങളും ഞാൻ മറക്കില്ല. ഉപകാരസ്മരണ എത്രയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു. സാർ, ലക്ഷ്മിയെ വിഷമിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. ഈ വല്യമ്മയുടെ വാക്ക് തെറ്റി നടക്കുന്നത് അതിനും സങ്കടമാണ്. പക്ഷേ എനിക്ക് വയ്യ സാർ. തെണ്ടി നടക്കുന്നവരെ പിടിച്ച് പോറ്റാൻ തുടങ്ങുമ്പോഴേ തെറ്റി. ഇനി പറഞ്ഞിട്ടെന്താ? നാമില്ലാത്തവൻ.